നമസ്കാരം ഉദ്യോഗാർത്ഥികളെ, നമ്മൾക്ക് ജൂലൈ 18 അല്ലേ നിങ്ങൾക്ക് LGS ലെവല് കമ്പനി ബോർഡ് LGSഉം അതേപോലെ തന്നെ VFA ബെവ്കോ LDക്കൊക്കെ പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനമാക്കിയിട്ടും അതുപോലെ പുതിയ SSCRT അടിസ്ഥാനമാക്കിയിട്ടും തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠനത്തിൻ്റെ നിലവാരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എത്രത്തോളം വർക്കൗട്ട് ചെയ്തു, അതിൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ പുതിയ SSCRT നോട്ട് ചെയ്തു പഠിച്ചു, അതിൽ ഓക്കെ ആണോ, കറണ്ട് അഫെയറിൽ ഞാൻ ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് ഉണ്ടെങ്കിൽ പരമാവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. സപ്പോർട്ട് കുറവായതുകൊണ്ടാണ് പല ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നത് നമ്മൾ പെൻഡിങ്ങിൽ നിർത്തുന്നത്. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. ഇതൊക്കെ എനിക്ക് ഞാൻ പഠിച്ചതാണോ എന്നൊക്കെ ഒന്ന് വിലയിരുത്താം കേട്ടോ. ഇവിടെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു സ്ലൈഡ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസറിലേക്ക് കിടക്കാം. നവജീവൻ പദ്ധതി ആർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ഓക്കെ, ആദ്യം ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് മാത്രമേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ഒന്നാമത്തെ ആൻസർ ഏതാണ്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. കൈവല്യ ആർക്കാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കൈവല്യ. ശരണ്യ പദ്ധതി മൂന്നാമത്തെ ഏതാണ്, ശരണ്യ പദ്ധതി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജീവനം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജീവനം പദ്ധതി. പഠിച്ചോളണം കേട്ടോ. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. കൈവല്യ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ശരണ്യ വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. ജീവനം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ തെറ്റിയോ എന്നുള്ളത് മനസ്സിലാക്കുക, ഇത് പഠിക്കുക. ഓക്കെ, ഇനി നോക്കുക. അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഇതൊക്കെ പുതിയ SCRT കിടക്കുന്ന പോയിന്റുകളാണ്. അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളകാണ്. ഏതാണ്? കുരുമുളകാണ് കേട്ടോ, കുരുമുളകാണ്. എങ്കിൽ അന്തർദേശീയ വിപണിയിൽ രണ്ടാം സ്ഥാനം ഏതാണ്? ഗ്രാമ്പൂ ആണ് കേട്ടോ. ഏതാണ്? ഗ്രാമ്പൂ ആണ് കേട്ടോ. അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം കുരുമുളകും അന്തർദേശീയ വിപണിയിൽ രണ്ടാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം ഗ്രാമ്പൂ ആണ്. പഠിച്ചല്ലോ. ഇനി കുരുമുളകിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാം? പ്രീവിയസ് ചോദ്യങ്ങളാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് ആരാണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളകാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. ജന്മദേശം എവിടെയാണ്? ദക്ഷിണേന്ത്യയാണ് കുരുമുളകിന്റെ ജന്മദേശം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? ഇത് ആൻസർ കിട്ടിയോ? ഏതാ തെറ്റിയത്? ഓക്കെ, അത് തിരിച്ചറിയുക, നന്നായിട്ട് പഠിച്ചു മാറ്റുക കേട്ടോ. അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം കുരുമുളക്, രണ്ടാം സ്ഥാനത്ത് ഗ്രാമ്പു. കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കറുത്ത പൊന്ന് എന്നൊക്കെ അറിയപ്പെടുന്നത് കുരുമുളകാണ്. ഓക്കെ, സെറ്റ്. ഓക്കെ, പുരാതനമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രീവിയസ് ചോദ്യമാണ്. പുരാതന കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടി. ഏത് ജില്ല? കണ്ണൂർ ജില്ലയിലാണ്. അഞ്ചരക്കണ്ടി എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. പുരാതനമായ കറുവാത്തോട്ടം തന്നെ സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പുരാതനമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കേരളത്തിൽ എവിടെ എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെ എന്ന് ചോദിച്ചാൽ അത് അഞ്ചരക്കണ്ടിയിലാണ്. സെറ്റ്. ഇനി സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാ? നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് പഠിച്ചു. എങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏതാണ്? ഏലമാണ് കേട്ടോ. ഏലമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് പറയുന്നത്. ജന്മദേശം എവിടെയാണ്? ഏലത്തിന്റെ ജന്മദേശം എവിടെയാണ്? ഇന്തോനേഷ്യയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുമായിട്ടാണ്. ഇന്തോനേഷ്യ ആൻഡ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുമായിട്ടാണ് ഏലത്തിന്റെ ജന്മദേശം. അതേപോലെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ കേരളത്തിലും അസമിലുമാണ് എന്ത് ചെയ്യുന്നത്? ഏലം കൃഷി ചെയ്യുന്നത്. കേരളം ആൻഡ് അസം. ഓക്കെ ആണോ? ഇവിടെ മനസ്സിലായോ? സെറ്റാണോ? ഇനി ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാ? ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്
ഏതാണ്? ഉഷ്ണമേഖലയിലെ ആപ്പിൾ പേരക്കയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം കുരുമുളക്, 2-ാം സ്ഥാനത്തുള്ള സുഗന്ധവ്യഞ്ജനം ഗ്രാമ്പു, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്, കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യ. ഓക്കെ. പുരാതനമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയാണ്, കണ്ണൂർ ജില്ലയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. അതിന്റെ ജന്മദേശം ഇന്തോനേഷ്യ ആൻഡ് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യങ്ങളിൽ കേരളത്തിലും അസമിലുമാണ് എന്ത് ചെയ്യുന്നത്? ഏലം കൃഷി ചെയ്യുന്നത്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കയാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. എറണാകുളത്തെ ചെറായിലാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഏത് വർഷമാണ്? 1917 മെയ് മാസം 29. അപ്പോൾ ചിലപ്പോൾ 1917 നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷേ SSCRT എന്ത് ചെയ്തിട്ടുണ്ട്? മെയ് 29 എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മെയ് മാസം 29, സ്കൂൾ തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പ് കേട്ടോ. ഓക്കെ. മെയ്യിലെ ജൂൺ ആയ എന്താ? സ്കൂൾ തുറക്കും അല്ലേ? അപ്പൊ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 1917 മെയ് മാസം 29 എറണാകുളത്തെ ചെറായിലാണ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013 ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. ബംഗാൾ ക്ഷാമം ഉണ്ടായ വർഷം. ഞാൻ പറഞ്ഞു, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. പുതിയ SSCRTയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ബംഗാൾ ക്ഷാമം ഉണ്ടായ വർഷം 1943. ബംഗാൾ ക്ഷാമം ഉണ്ടായ വർഷം. നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരം പഠിക്കില്ലേ? 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. അതിന്റെ തൊട്ട് പിറ്റേ വർഷം കേട്ടോ. അതിന്റെ തൊട്ട് പിറ്റത്തെ വർഷം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. 1943 ബംഗാൾ ക്ഷാമം ഉണ്ടാകുന്നു കേട്ടോ. അപ്പൊ ഒന്ന് കോഡിട്ട് പഠിക്കും. ഒന്ന് കോഡിട്ട് വെക്കി. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നിട്ട് ബംഗാളില് ക്ഷാമം ഉണ്ടായി എന്ന് പഠിക്കുക കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അങ്ങനെ ഒരു കോഡ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അത് അല്ല കേട്ടോ സംഭവിച്ചത്, അങ്ങനെയല്ല. ഞാനൊരു ഉദാഹരണം പറയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നിട്ട് ബംഗാളിൽ ക്ഷാമം ഉണ്ടായി. 42 ക്വിറ്റ് ഇന്ത്യ സമരം തുടർന്ന് എന്ന് പറയുമ്പോൾ അടുത്ത വർഷം 43 ബംഗാൾ ക്ഷാമം ഉണ്ടായി. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യമായി ആചരിച്ച വർഷം എപ്പോഴാണ്? 2023 ഇന്ത്യ UNO എന്ത് ചെയ്തത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് 2023. 2024 ഏതായിരുന്നു? 2024, 2025 ഒക്കെ ഏതാ? 2024 ഒട്ടക വർഷമാണ്. 2025 ഗ്ലേസിയർ കേട്ടോ. ഗ്ലേസിയർ ആയിട്ടോ. 2023 എന്താണ്? ചെറുധാന്യ വർഷം. ഇതിന് ശേഷമാണ് കേട്ടോ ഈ ചെറുധാന്യ വർഷമായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സമയത്താണ് അതായത് ഈ ചെറുധാന്യങ്ങളുടെ മൂല്യത്തെ കുറിച്ചിട്ട് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയത് ഇതിന് ശേഷമാണ്. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ലൈഫിലേക്ക് ഈ മില്ലറ്റിന്റെ ഉപയോഗം കൂടുതലായിട്ട് എന്ത് ചെയ്തത്? കൊണ്ടുവരാനായിട്ട് ഇടേണ്ടായ ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇത് ഈ 2023 തുടർന്നിട്ട് കേട്ടോ. ഓക്കെ, അത് പഠിച്ചോ. 24 ഏതാണ്? ഓക്കെ. അപ്പൊ 2026 എന്താ? സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമാണ് കേട്ടോ. എന്താണ് അതില്? അതായത് സിവിൽ സൊസൈറ്റി, സ്വകാര്യ മേഖല, അക്കാദമിയിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കേട്ടോ സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമാണ് ഏത്? 2026 എന്ന് പറയുന്നത് കേട്ടോ. അതായത് ശ്രദ്ധിക്കണം, സുസ്ഥിരവും കേട്ടോ. ശ്രദ്ധിക്കണേ. എന്താണ്? സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമാണ് കേട്ടോ. അപ്പൊ 2023 ചെറുധാന്യ വർഷം, 24 ഒട്ടക വർഷം, 25 ഗ്ലേസിയർ, 25 സുസ്ഥിരം കേട്ടോ. വാക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ,
ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാ? ശനിയാണ് കേട്ടോ. അപ്പൊ ഇതൊരു കാര്യം ചെയ്യാം. ഇത് ഞാൻ ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം, പ്രീവിയസ് ചോദ്യമാണ്, ഭൂമിയുടെ ആകൃതി എന്നാണ്. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി. ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന തദ്ദേശവാസികൾ, പ്രീവിയസ് ചോദ്യമാണ്. ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന തദ്ദേശവാസികൾ അറിയപ്പെടുന്നത് എങ്ങനെയാ? ഇന്യൂട്ടുകളാണ്, അല്ലെങ്കിൽ എക്സിമോസ് എന്നാണ്. ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന തദ്ദേശവാസികളെ എന്താ പറയാ? ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എക്സിമോസ് എന്നാണ്. അപ്പൊ ഇവിടെ പഠിച്ചത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. എറണാകുളത്തെ ചെറായിലാണ്. 1917 മെയ് മാസം 29. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നില്ലേ? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നില്ലേ? അതേ വർഷം തന്നെയാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിക്കുന്നത്. മാസം വിത്ത് ഡേറ്റ് സ്കൂൾ തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പ് മെയ് മാസം 29. ഓക്കെയാണോ? മിശ്രഭോജനം, ഭക്ഷണം കഴിക്കുക. സ്കൂൾ തുറന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് സ്കൂളുകളിൽ. അപ്പൊ ആ ഭോജനം, അതാണ് മാസവും ഡേറ്റ് ഒക്കെ നോക്കുക കേട്ടോ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. ബംഗാൾ ക്ഷാമം ഉണ്ടായ വർഷം 1943. എന്തിനെ തുടർന്നിട്ടാണ് നമ്മൾ പറഞ്ഞത്? പറയാ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുറന്നിട്ട് അല്ലെ? ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷം 2023. 2024 ഒക്ടോബർ വർഷം. 2025 ഗ്ലേസിയർ. പിന്നെ 26 എന്താ പറഞ്ഞ? അതായത് നമ്മൾ സുസ്ഥിര, അതായത് അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ 2026 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ, അതായത് ഈ മേച്ചിൽപ്പുറങ്ങൾ എന്ന് പറയില്ലേ, മേച്ചിൽപ്പുറങ്ങളും നാടോടികൾക്കില്ലേ, അവർക്കായിട്ടുള്ള അന്താരാഷ്ട്ര വർഷം എന്നാണ് ശരിക്കും പറയേണ്ടത്. എങ്ങനെയാണ്? അതിൽ ഒരുപാട് മേഖലകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് മേഖലകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ മേച്ചിൽപ്പുറങ്ങൾക്കും നാടോടികൾക്കുമുള്ള അന്താരാഷ്ട്ര വർഷം എന്ന് കേട്ടോ. ഓക്കെ, അടുത്തത് ഇവിടെ നമ്മളവിടെ പെൻഡിങ് വെക്കുകയാണ്. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. മനസ്സിലായോ? ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന തദ്ദേശവാസികൾ ഇന്യൂട്ട് അഥവാ എക്സിമോസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്, സൂര്യനാണ്. പഠിച്ചോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 പോയിന്റ് കൂടി പഠിച്ചു വെക്കുക. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. തെറ്റോ? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹം ഏതാ? വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹം ശനിയാണ്. അപ്പൊ വലിപ്പത്തിൽ 1ാം സ്ഥാനം പഠിക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം അല്ലേ? എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് അല്ലേ? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഏതാണ്? ബുധനാണ് അല്ലേ? പിന്നെ എങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാ? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാ? സൂര്യനാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ് എങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം സൂര്യനാണ്. പഠിച്ചോ? ഇനി ഏറ്റവും വലിയ ഗ്രഹം ഏതാ? ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ് അല്ലെ? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് എങ്കിൽ 2ാം സ്ഥാനത്ത് അല്ലെ? 2ാം സ്ഥാനത്താണ് ആര് വരുന്നത്? ശനി വരുന്നത് കേട്ടോ. 2ാം സ്ഥാനത്താണ് ശനി വരുന്നത് എങ്കിൽ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം എന്ന് പറയുന്നത്. എങ്കിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, നമ്മൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധൻ എന്ന് പറഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. നെപ്റ്റ്യൂൺ ആണ്. പഠിച്ചു വെക്കണം. അത് നമ്മൾ പഠിക്കുമ്പോൾ
ഓർഡർ തന്നെ പഠിച്ചു പോകുക. ഓർഡർ തന്നെ പഠിച്ചു പോകുമ്പോൾ അവിടെ തെറ്റില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ബുധൻ എന്ന് പഠിക്കുക. സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ നെപ്റ്റ്യൂൺ. ബുധനും നെപ്റ്റ്യൂണും. ബുധൻ അടുത്ത് നെപ്റ്റ്യൂൺ അകലെ പഠിച്ചു. ഇനി സൂര്യനോട് അത് കഴിഞ്ഞു. ഇനി ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. അത് രണ്ടെണ്ണം മാറ്റി. ഏറ്റവും വലിയ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ വ്യാഴം. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ശനി. വ്യാഴത്തിനെയും ശനിയെയും അവിടെ വെച്ചു. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ യുറാനസ് ആണ്. ഇനി പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഏതാ? അത് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ശുക്രനാണ്. ഏതാണ്? ശുക്രനാണ് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്ന് അറിയപ്പെടുന്നത്. എങ്കിൽ പ്രീവിയസ് ചോദ്യമാണ്, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. ഇപ്പൊ നമ്മൾ കുറെ ഗ്രഹങ്ങളൊക്കെ പഠിച്ചു. എങ്കിൽ ജീവൻ നിലനിൽക്കുന്നത് എവിടെയാ? ജീവൻ നിലനിൽക്കുന്നത് ഒരേ ഒരു ഗ്രഹത്തിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ താമസിക്കുന്ന ഭൂമിയിലാണ് അല്ലെ? ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ മാത്രമാണ്. എങ്കിൽ ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഏതാ? ചുവന്ന ഗ്രഹം. ചുവന്ന ഗ്രഹം ഏതാ? ഈ ച എന്നത് തന്നെ എടുക്ക്, ചൊവ്വ. ഓക്കെ, ചുവന്ന ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്. പഠിച്ചോ? ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. സൂര്യനോട് ഏറ്റവും അടുത്ത് ബുധൻ, ഏറ്റവും അകലെ നെപ്റ്റ്യൂൺ ആണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സൂര്യനാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ശനിയാണ്. തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം ഭൂമിയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഓക്കെ, മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? ഹരിത കേരളം മിഷനാണ്. ഏതാണ്? ഹരിത കേരളം മിഷനാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെയാണോ? മണ്ണ്, ജലസംരക്ഷണം. മണ്ണ് സംരക്ഷിക്കണം, ജലം സംരക്ഷിക്കണം, ശുചിത്വം കൊണ്ടുപോകണം, മാലിന്യം സംസ്കരിക്കണം, ജൈവ കൃഷി കേട്ടോ. ഏതാണ്? ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് വെറുതെ വായിച്ചു വിട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എടുക്കുന്ന ക്ലാസ്സിൽ പെർഫെക്ഷൻ തരാം കേട്ടോ. നിങ്ങൾ എത്രത്തോളം എനിക്ക് ഈ ക്ലാസ്സിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത്രയും നോട്ട്സ്, ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. പശു, ആട് എന്നീ ജന്തുക്കളെ ബാധിക്കുന്ന രോഗം ഏതാ? ആന്ത്രാക്സ് ആണ്. ഏതാണ്? പ്രീവിയസ് ചോദ്യമാണ്, പ്രീവിയസ് ആണ്. പശു, ആട് ജന്തുക്കളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ആന്ത്രാക്സ് ആണ്. നായ, പൂച്ച എന്നിവയെ ബാധിക്കുന്നത് ഏതാ? പേ വിഷബാധയാണ്. ഏതാണ്? പേ വിഷബാധ. പയർച്ചെടിയെ ബാധിക്കുന്ന രോഗം ഏതാ? മൊസൈക്ക് രോഗം. ഏതാണ്? പയർച്ചെടിയെ ബാധിക്കുന്ന രോഗം ഏതാണ്? മൊസൈക്ക് ആണ്. നെല്ലിനെ ബാധിക്കുന്നത് ഏതാ? നെല്ലിനെ ബ്ലൈറ്റ്. ഏതാണ്? ബ്ലൈറ്റ്. പെന്റാവാലന്റ് വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മക്കളെ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. അതൊക്കെ SCRT-യിൽ കിടക്കുന്നതാണ്. പെന്റാവാലന്റ് വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെ രോഗങ്ങളെയാണ് പെന്റാവാലന്റ് വാക്സിൻ തടയുന്നത്? പെന്റാവാലന്റ് വാക്സിൻ തടയുന്നത് ഏതൊക്കെ രോഗങ്ങളെയാണ്? ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. ഇവിടെ ഓർത്തോ, DPT. ഓക്കെ, DPT, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. കൂടെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹിബ്. ഏതാണ്? ഹിബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. പെന്റാവാലന്റ് വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ DPT പഠിക്കേ, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹിബ് എന്ന അസുഖവുമാണ് പെന്റാവാലന്റ് വാക്സിൻ തടയുന്ന രോഗങ്ങൾ. ഇനി DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ. അതെ, നമ്മൾ ഈ DPT എന്ന ഫുൾ ഫോമിൽ തന്നെ ഇത് എടുക്കണം. DPT-നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഡി എന്താ? നമ്മളിപ്പോൾ പറഞ്ഞോളൂ അല്ലേ? ഡിഫ്തീരിയ. ഡി എന്താണ്? ഡിഫ്തീരിയ. ഇനി പി എന്താ? പെർട്ടുസിസ്. എന്താണ്? പെർട്ടുസിസ്. ടി എന്താ? ടെറ്റനസ്. ഓക്കെ ആണോ? പഠിച്ചു. ഇനി സൈബർ വാലി നിലവിൽ വരുന്നത്, കറണ്ട് അഫെയർ നോക്ക്. സൈബർ വാലി നിലവിൽ വരുന്നത് എവിടെയാണ്? സൈബർ വാലി നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ്? കൊച്ചിയിലാണ് കേട്ടോ. സൈബർ വാലി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ഇനി ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിവാഹമോചിത അല്ലെങ്കിൽ വിധവ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായിട്ടുള്ള സർക്കാരിന്റെ പദ്ധതി. പുതിയ അപ്ഡേഷൻ ആണ്, കറണ്ട് അഫെയറിൽ പഠിക്കണം.
ന്യൂനപക്ഷ സമുദായങ്ങളിലെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ന്യൂനപക്ഷ സമുദായങ്ങളായതുകൊണ്ട് ക്വസ്റ്റ്യൻ കയറി വരും. ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിവാഹമോചിത അല്ലെങ്കിൽ വിധവ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായിട്ടുള്ള പദ്ധതി ഇംബിച്ചി ഭാവ ഭവന പദ്ധതി. എന്താണ് ഇംബിച്ചി ഭാവ ഭവന പദ്ധതി? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല സ്ഥാപിച്ചത് എവിടെയാ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല സ്ഥാപിച്ചത് എവിടെ? പുത്തൂര, തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിലാണ്. ഇനി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ, അതായത് ഒരുപാട് സ്കോളർഷിപ്പ്, ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് അത്. ഒരു നല്ല സ്കോളർഷിപ്പ് നൽകുകയാണ്. ആർക്കാണ്? പട്ടിക ജാതി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. പട്ടിക ജാതി, ഓക്കെ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ്. ഏതാണ്? ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ്. അപ്പൊ സൈബർ വാലി പദ്ധതി എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, അടുത്തേതാ? ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിവാഹമോചിത അല്ലെങ്കിൽ വിധവ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവർക്കായിട്ടുള്ള പദ്ധതിയാണ് ഇംബിച്ചി ഭാവ ഭവന പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല സ്ഥാപിച്ചത് പുത്തൂരാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ഗവൺമെന്റ് കൊടുക്കുന്ന സ്കോളർഷിപ്പ് പറയുന്നതാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇനി ഈ ആൻസറുകൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ആർക്കാണ്? വീഡിയോ പോസ് ചെയ്യാം കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് ആർക്കാണ് വയലാർ പുരസ്കാരം കിട്ടിയത്? സരസ്വതി സമ്മാൻ പുരസ്കാരം ആർക്ക് കിട്ടി? ജ്ഞാനപീഠം ആർക്ക് കിട്ടി? ഹരിവരാസന് ആർക്ക് കിട്ടി? ഓടക്കുഴൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഇവിടെയെല്ലാം ഞാൻ പഠിച്ചോ? ഇവിടെയെല്ലാം പഠിച്ചത് ഞാൻ എനിക്ക് ഓർമ്മയുണ്ടോ? സെറ്റാണോ എന്നൊക്കെ നോക്കണം കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം 2025 ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. എന്താണ്? KG ശങ്കരപ്പിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ഓക്കെ ആണോ? എങ്കിൽ 2024 ആർക്കാ? പഠിച്ചു വെക്കണം കേട്ടോ. അത് ചോദ്യം കയറി വരാം. NS മാധവനാണ് കേട്ടോ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 25 KG ശങ്കരപ്പിള്ള. ഓക്കെ, NS മാധവൻ, KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള പഠിച്ചു വെക്കണം കേട്ടോ. അതേപോലെ ഈ KG ശങ്കരപ്പിള്ളിയുടെ ഒരു കൃതിയുണ്ട്. ഏതാണെന്നറിയോ? ബംഗാൾ എന്ന കൃതി. ഏതാണ്? ബംഗാൾ. ഈ ബംഗാൾ എന്ന കൃതിക്ക് എന്താണെന്നറിയോ ഒരു വിശേഷണമുള്ളത്? നമ്മുടെ ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കവിതയാണ് ഏത്? ബംഗാൾ എന്ന് പറയുന്നത്. അത് KG ശങ്കരപ്പിള്ളയുടേതാണ്. ആധുനിക മലയാള കവിതയിലെ എന്താണ്? നാഴികക്കല്ല്. എന്താണ്? നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള KG ശങ്കരപ്പിള്ളിയുടെ കവിത ഏത് എന്ന് ചോദിച്ചാൽ അത് ബംഗാളാണ്. പഠിച്ചോ? എഴുത്തച്ഛൻ പുരസ്കാരം ഇനി തെറ്റിക്കോ? 24 NS മാധവൻ, 25 KG ശങ്കരപ്പിള്ള. എങ്കിൽ വയലാർ പുരസ്കാരം നേടിയത് ആരാണ്? വയലാർ പുരസ്കാരം 2025 വയലാർ പുരസ്കാരം നേടിയത് ആരാണ്? ഏതാണ്? എത്രാമത്തെയെന്നറിയോ? 2025 49ാമത്തെയാണ് കേട്ടോ. 49ാമത്തെ വയലാർ പുരസ്കാരമാണ് 2025 നേടിയത്. അത് നമ്മുടെ സന്തോഷ് കുമാറാണ്. ആരാണ്? ഈ സന്തോഷ് കുമാർ. ഓക്കെ, ഈ സന്തോഷ് കുമാറിന്റെ പ്രശസ്തമായ ഒരു നോവലാണ് ഏത്? തപോമയ്യുടെ അച്ഛൻ. ആരാണ്? ഏതാണ്? തപോമയ്യുടെ അച്ഛൻ. ഓക്കെ, പഠിച്ചോ അല്ലേ? 2025 49ാമത്തെ വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിനാണ്. തപോമയ്യുടെ അച്ഛൻ. ഇനി സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. സരസ്വതി സമ്മാൻ പുരസ്കാരം 2025 35ാമത്തെ കേട്ടോ. 35ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാംകുമാർ മുഖോപാധ്യായ. ആർക്കാണ്? രാംകുമാർ മുഖോപാധ്യായ.
ഓക്കെ, അവിടെ പഠിക്കണം കേട്ടോ. രാംകുമാർ മുഖോപാധ്യായക്കാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം 35ാമത്തേതാണ് 2025 ലഭിച്ചത്. പഠിച്ചോ? ഇനി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്, ജ്ഞാനപീഠ പുരസ്കാരം 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്, 2025 ജ്ഞാനപീഠ പുരസ്കാരം എത്രാമത്തെ പുരസ്കാരമാണ്? 60ാമത്തെ പുരസ്കാരമാണ് കേട്ടോ. 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് 2025 ലഭിക്കുന്നത്. ആർ വൈരമുത്തുവിനാണ്. ആർക്കാണ്? ആർ വൈരമുത്തുവിനാണ്. 2024 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. വിനോദ് കുമാർ ശുക്ല ജ്ഞാനപീഠ പുരസ്കാരം 2024 59ാമത്തെ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർ വൈരമുത്തു. ഇനി ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് 2025 ആർക്കാണ്? ഹരിവരാസന പുരസ്കാരം 2026 പഠിച്ചു വെക്കാട്ടോ. 2026 ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കറിനാണ്. ആർക്കാണ്? തിരുവിഴ ജയശങ്കർ കേട്ടോ. തിരുവിഴ ജയശങ്കറാണ്. അതായത് നാഗസ്വര വിദ്വാനാണ് കേട്ടോ. നാഗസ്വരം നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ എന്തോ നമ്മൾ പഠിച്ച കാര്യമാണ്. 2026 തിരുവിഴ ജയശങ്കറിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹരിവരാസന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അവിടെ പഠിച്ചല്ലോ. ഇനി ഓടക്കുഴൽ അവാർഡ് 2024 54ാമത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. ഏതാണ്? ഗോപ എന്ന നോവലിനാണ് കെ അരവിന്ദാക്ഷന് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. പഠിച്ചല്ലോ. ഇനി 2025 55ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാലനാണ്. ആർക്കാണ്? EP രാജഗോപാലനാണ് 2025 55ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അതായത് സാഹിത്യ നിരൂപണ കൃതിയായ ഏതാണ്? ഉൾക്കഥ കേട്ടോ. ഏതാണ്? ഉൾക്കഥയ്ക്കാണ്. പഠിച്ചു. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 നമുക്കറിയാലോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുമ്പോൾ അതിൽ മലയാള വിഭാഗത്തിൽ ഒരു സാഹിത്യകാരന് അവാർഡ് കിട്ടും അല്ലേ? ആ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് N പ്രഭാകരനാണ്. ആർക്കാണ്? N പ്രഭാകരന്. ഏതാ കൃതി? മായാമനുഷ്യർ. ഏതാണ്? മായാമനുഷ്യർ. പഠിച്ചല്ലോ. ഓക്കെ ആണല്ലോ. എല്ലാം കൂടി ആയപ്പോൾ ഒരു അവിയൽ പരിവോ ആയോ? അപ്പോ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നും കൂടിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യുക. എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 24 NS മാധവനാണ് കേട്ടോ. NS മാധവൻ 2024 2025 KG ശങ്കരപ്പിള്ള. വയലാർ പുരസ്കാരം ആർക്കാണ്? 49ാമത് വയലാർ പുരസ്കാരമാണ് 2025 ലഭിച്ചത്. ഏതാ? സന്തോഷ് കുമാറിന് അല്ലേ? സന്തോഷ് കുമാറിനാണ് കേട്ടോ. സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ. ഇനി സരസ്വതി സമ്മാൻ പുരസ്കാരം 2025 രാംകുമാർ മുഖോപാധ്യായക്കാണ്. ജ്ഞാനപീഠ പുരസ്കാരം 2024 25 പഠിച്ചു വെക്കുക. 24 വിനോദ് കുമാർ ശുക്ലയ്ക്കും 25 വൈരമുത്തുവിനുമാണ്. ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കറിനാണ്. ഓടക്കുഴൽ പുരസ്കാരം 24 അരവിന്ദാക്ഷനും 25 EP രാജഗോപാലനും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 നേടിയത് N പ്രഭാകരനാണ്. ഹരിവരാസനം പുരസ്കാരം പഠിച്ചതിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 2026 നമ്മൾ പറഞ്ഞത് തിരുവിഴ ജയശങ്കർ കേട്ടോ. തിരുവിഴ ജയശങ്കർ അല്ലേ? നമുക്കത് എന്ത് ചെയ്യണം? 2026 മാത്രം പഠിച്ചാൽ പോരാ. 2025 2024 പഠിക്കണം കേട്ടോ. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.
ഓക്കെ 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചതാക്ക 2024 വീരമണി ദാസനാണ്. ആർക്കാണ്? വീരമണി ദാസൻ. ഓക്കെ, അപ്പൊ 2024 വീരമണി ദാസൻ, 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2026 തിരുവിഴ ജയശങ്കർക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഇത്രയും കാര്യങ്ങളോട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ 2026 മാത്രം പറഞ്ഞത് കൊണ്ടാണ് ഒന്നും കൂടി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ, കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയർ അപ്ഡേഷൻ ആണ്, അതുപോലെ SSC ആണ്. അറിയാൻ ഇമ്പോർട്ടൻ്റ് ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, ഇട്ടുതരാം. സപ്പോർട്ട് മാത്രം മതി കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റിപ്പീറ്റേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ യൂട്യൂബിൽ സ്പീഡ് കൂട്ടി കാണാൻ പറ്റും. ആ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്ര സമയമൊന്നും എടുക്കണ്ട. പെട്ടെന്ന് പഠിച്ചവർക്കൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടിട്ട് പോകുക കേട്ടോ. ക്ലാസ്സിലെല്ലാം പക്കെ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര റിപ്പീറ്റേഷൻ കൊടുത്തത്. ഓക്കെ, എല്ലാവർക്കും നന്ദി.